ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സംഘികളുടെ ഒരു ഒന്നൊന്നര തള്ളാട്ട. തള്ളു മാത്രമല്ല കുറെ പൊട്ടത്തരങ്ങളും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില്ല ഞാനോ എന്റെ ചാനലോ അതിനൊന്നിനും ഉത്തരവാദിയല്ല. അത് നിങ്ങളെ സ്വന്തം റിസ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ആദ്യം തന്നെ നമുക്കുണ്ടല്ല BJPയുടെ ഒറ്റപ്പോലത്തെ സ്ഥാനാർത്ഥിയായ നമ്മളെ മേജർ രവിയേട്ടനില്ലേ, കെട്ടിവെച്ച കാശ് കിട്ടാതെ പൊട്ടാൻ പോകുന്ന മേജർ രവിയേട്ടന്റെ ഒരു ഒന്നൊന്നര പറയെങ്കില 2-2.5 തള്ളൊന്ന് കേട്ടിട്ട് വന്നാലോ. ഈ തള്ളു കേട്ടാലാണ് നിങ്ങൾ ചിരിച്ച് പണ്ടടങ്ങും. എന്താണ് നമുക്ക് രവിയേട്ടന്റെ ഒരു ഒന്നൊന്നര തള്ളു കേട്ടിട്ട് വരാം. ഇപ്പൊ വെള്ളപ്പൊക്കത്തില് ഞാൻ ചാടിയതും ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ ചാടി. ബിക്കോസ് ഐ എം എ ഗുഡ് സ്വിമ്മർ. അത് ഒരു പെൺകുട്ടീനെ, ഗർഭിണിയായ പെൺകുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് അസീസ് എന്ന് പറയുന്ന പയ്യൻ വന്ന് പറഞ്ഞപ്പം ഞാനെടുത്ത് വെള്ളത്തിൽ ചാടി, അവനും ചാടി കൂടത്തില്. ഞങ്ങൾ രണ്ടും കൂടെ ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ടൊരു പള്ളിയിലാണ് നമ്മൾ താമസിപ്പിക്കുന്നത്, പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ ഉണ്ടായിരുന്ന ഒരു 5-6 ചെറുപ്പക്കാരും കൂടെ വി വർക്ക് ഫോർ 3 days ഇന്ന് വെള്ളപ്പൊക്കത്തില് 200 ഫാമിലീസിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവിടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ സാധനങ്ങൾ വരികയാണ്. ബോട്ട് വരാത്തടത്തുണ്ട് ഒരു ബോട്ട് വരണം, അവനെ കയറിയിട്ട് നമ്മളെ കിഡ്നാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അവനിൽ കൂടെ നമ്മൾ റെസ്ക്യൂ ചെയ്യണം. അപ്പൊ ഈ 200-ൽ 199 ഫാമിലീസും മുസ്ലിംസ് ആയിരുന്നു. അതോടെ എന്റെ വർഗീയവാദി എന്നുള്ള പേരങ്ങ് മാറിക്കിട്ട് അവിടെ അതോടെ നമ്മളെ മേജർ രവിയാണന്റെ വർഗീയവാദി എന്നുള്ള പേര് മാറി. പിന്നെ നമ്മളെ മേജർ രവിയാണ് എല്ലാരും ഉണ്ടല്ല തള്ളു രവി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതിലും വലിയ തള്ളുണ്ടല്ല ഞാൻ നമ്മുടെ ജാലിയൻ കാണാറുന്നില്ലേ, മൂപ്പെടുക്കുന്ന മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതെങ്ങനെ സാധിക്കുന്നതാ നിനക്ക് ഉപ്പേ? എനിക്ക് ഈ വീഡിയോയിലുണ്ടല്ലോ ഒരുപാട് സങ്കടം എന്താണെന്നറിയാം. നമ്മളെ മേജർ രവിയാണൻ കാര്യമായിട്ട് തള്ളുമ്പോ ചിരിക്കാതെ ആ 3 പെൺകുട്ടികളുണ്ടല്ല ചിരിക്കാതെ പിടിച്ചു നിന്നില്ലേ ആ കുട്ടികളെ ഓർത്തിട്ട് നമുക്ക് ഒരുപാട് സങ്കടം വരുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ തള്ളു കേട്ടിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ 3 പെൺകുട്ടികൾ ചിരിക്കാതെ പിടിച്ചു നിന്നത്. 200 കുടുംബത്തെയാണ് നമ്മൾ മേജർ രവിയാണൻ രക്ഷിച്ചത്, അതും പ്രളയത്തിന്. അതിലുണ്ടല്ല 199 കുടുംബങ്ങള് മുസ്ലിങ്ങള്. ശ്രദ്ധിക്കണം കേട്ടാ, മുദ്ര ശ്രദ്ധിക്കണം, മുസ്ലിങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേജർ രവിയാണൻ അതും ഇലക്ഷന്റെ സമയത്ത് വെറുതെ ഇരിക്കുവോ? നമ്മളെ പാപ്പിയാപ്പച്ചിൽ ദിലീപ് കാണിച്ചില്ലേ, അതുപോലെ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽ വെച്ചിട്ട് ഒരു വീഡിയോയെങ്കിലും ചെയ്യൂലേ? നമ്മളെ മേജർ രവിയാണൻ മുത്തിന്റെ മുത്താണ്, കണ്ണിലെ കരടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയെങ്കിലും നമ്മൾ ഈ രവിയാണൻ ചെയ്യൂലേ? എന്തുകൊണ്ട് ചെയ്തില്ല? അത് ഇതുപോലത്തെ ഒരു തള്ളു ലോകത്ത് വേറെ ആർക്കും തള്ളാൻ കഴിയില്ല. എന്നെ രവിയാണൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുണ്ടല്ല ഒരു പട്ടാളക്കാരനാണ്, അത് കണ്ടില്ല, അത് ചിന്തിച്ചിട്ട് മാത്രം തള്ളു കേട്ടാ. ഇനി നമുക്കുണ്ടല്ല നമ്മുടെയൊക്കെ എല്ലാം കേരളക്കരയുടെ മുത്തുമണിയായ കണ്ണിലെ കരടായ PC ജോർജ് ഉണ്ടല്ല, നമ്മളെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ? കുറച്ചു കാലം മുന്നേ പറഞ്ഞേട്ടാ, ഈ ചാണകത്ത് ചവിട്ടുന്നതിന് മുമ്പിലേ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടിട്ട് വന്നാലോ? മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. മോദി എൻ്റെ ആഗ്രഹത്തിൽ ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ റിസർവ് ബാങ്ക് കൊള്ളയടിക്കുന്നയാൾ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ഞാൻ വെറുതെ പറയുന്നില്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമൊക്കെ പ്രോവിഡന്റ് ഫണ്ട് കിട്ടുമോ? ഇനി ഈ നേരപ്പോക്കെ എവിടെ കിട്ടാൻ പോകുന്നു? പാപ്പരടിക്കാൻ പോവുക. നോട്ട് നിരോധിച്ചു. ഞാൻ നോട്ടൊക്കെ നിരോധിച്ചപ്പം കള്ളപ്പണം പിടിക്കില്ലോ എന്ന് പറഞ്ഞു. 1 രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ പറ്റും? ഞാൻ കണക്കെടുത്ത് നോക്കി. നോട്ട് പിൻവലിച്ചപ്പോഴോ മുഴുവൻ നോട്ടും തിരികെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കള്ളപ്പണം പിടിച്ച് എവിടെ കള്ളപ്പണം കിട്ടി? കേട്ടല്ലോ നിങ്ങളെല്ലാം. നമ്മളെ PC ജോർജ് ഉണ്ടല്ല ഒരു കാലത്ത് നമ്മളെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ മനോഹരമായ കാര്യങ്ങള്, മൂപ്പറെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒരു പാർട്ടി അടുപ്പിക്കാതായപ്പോ നാണുമാനും ഉളുപ്പില്ലാണ്ട് അതേ പാർട്ടിയിൽ ആ കുറ്റം പറഞ്ഞ അതേ പാർട്ടി പോയില്ലേ ഈ PC ജോർജ്. നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസ്, ഈ പൂഞ്ഞാലിലെ കക്കൂസിനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കക്കൂസും കണക്കാണ്, കക്കൂസിന്റെ മകനും കണക്കാണ്. രണ്ടും ഉണ്ടല്ല ഏറ്റവും അഴുക്ക്, കേരളത്തിലെ ഏറ്റവും അഴുക്കാരാന്നുള്ള മത്സരത്തിലാണ്. അതുകൊണ്ടുണ്ടല്ല ഇവന്മാരെടുക്കുന്നത് ഈ പൂഞ്ഞാലിലെ കക്കൂസിലെടുക്കുന്നത് വേറെ ഒന്നും നല്ലതൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇനി നമുക്കുണ്ടല്ല ഈ PC ജോർജിനെ കുറിച്ച് പൂഞ്ഞാൽ ഒരു ചേട്ടൻ, അതായത് PCയുടെ അതേ വയസ്സുള്ള ഒരു ചേട്ടൻ പറഞ്ഞ അതിമനോഹരമായ കുറച്ച് കാര്യങ്ങളൊന്നും കേട്ടിട്ട് വന്നാലോ? PC ജോർജിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പൂഞ്ഞാലുകാരനാ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. എന്താണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒരു കാരണവശാലും PC ജോർജ് വരാൻ പാടില്ല. കാരണം വെച്ചാൽ PC ജോർജിനെ പോലെ വേറൊന്നുമില്ല. കാരണം അയാൾ വാവളത്തെ തെറിയ പറയുള്ളൂ. കേൾക്കാൻ മുഖ്യമന്ത്രി ആയിട്ടിരുന്നപ്പോ അയാൾ തേങ്ങ ഉടച്ചാൽ മുഖ്യമന്ത്രി നല്ലത്. അതുപോലെ BJP, ഞാൻ 30 വർഷം BJP-കാരനായിരുന്നു, ഇപ്പൊ 2 വർഷക്കാരനാ. BJP
ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ പണിയുന്നവന്മാരാ. ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും പിടിച്ച് ഇതിനകത്ത് BJP-യിലുണ്ടെങ്കിൽ ഇവന്മാര് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എങ്ങനെയും കേരളം ഭരിക്കണം, ഇന്ത്യ ഭരിക്കുന്ന അവരാണല്ലോ. കേരളം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഇവന്മാരെ എങ്ങോട്ട് എഴുന്നള്ളിക്കുന്ന പറയുന്നത്? ഈ ക്രിസ്ത്യാനിയും മുസ്ലിമിനെല്ലാം ഈ സ്വത്തുവെല്ലാം കൊടുത്ത് BJP-ക്കാർ ഹിന്ദുക്കൾ വിടുവോ? ഞാൻ ഹിന്ദുവാ, ഞാൻ നായരാ, ഞാൻ ഒരു ഹിന്ദുവാണ്. ഹിന്ദുവായ ഞാൻ നായരായ ഞാനാ പറയുന്നത്. കേട്ടല്ലോ, പഴയ BJP-കാരനായ ഒരു ഹിന്ദുവായ ഒരു നായരായ ചേട്ടൻ പറയുന്നത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഈ കേരളം എന്ന് പറഞ്ഞുവിടാം, ഈ ഇന്ത്യ എന്ന് പറഞ്ഞുവിടാം, BJP-കാരെ കൊണ്ട് ഞാൻ വിടൂലെന്ന്. ഈ ചേട്ടന്റെ, ഈ പ്രായമായ ചേട്ടന്റെ, ഈ പഴയ BJP-കാരന്റെ ബുദ്ധി പോലും എന്റെ PC നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ. ഈ ചേട്ടന്റെ സംസാരത്തിലൂടെ PC നിങ്ങൾക്ക് പൂഞ്ഞാലുള്ള വിലയാണ് ഇപ്പൊ പുറത്തായത്. ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് പൂഞ്ഞാലിലെ ജനങ്ങള് PC-യെ കുറിച്ച് പറഞ്ഞ കുറെ മനോഹരമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം കേൾപ്പിക്കണമെന്നില്ല. ബീപ് 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 എന്നുള്ള സൗണ്ട് ഉണ്ടല്ല, അത് മാത്രമേ കേൾപ്പിക്കാൻ കഴിയും. കാരണം അത്രമാത്രം തെറിയാണ് പൂഞ്ഞാല ജനങ്ങൾ PC-യെ കുറിച്ച് പറയുന്നത്. പൂഞ്ഞാല ജനങ്ങൾ ഇത്രയും മനോഹരമായ അഭിപ്രായം പറഞ്ഞ PC-യാന്ന് പറഞ്ഞത് ഞാനവിടെ വിജയിക്കുന്നു. കണ്ടു തന്നെ അറിയണം PC. നോട്ടക്കം പിന്നില് നിങ്ങളുണ്ടല്ല, നോട്ടക്കം പിന്നിലായിരിക്കും അവിടുത്തെ അവസ്ഥ. ഇനി നമുക്കിട്ടില്ല ഇതിലും മനോഹരമായ ഒരു വീഡിയോ കാണാം. നമ്മളെ മാരാറുണ്ടല്ല, വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി, ഒരു ചേട്ടന്റെ വീട്ടിൽ, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ചേട്ടന്റെ വീട്ടിൽ നമ്മളെ മാരാറ് പെട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ല, ഒരു ഒന്നും തരപ്പെടല്. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടാലോ? വാ. ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രം സുരേന്ദ്രനെ അറിയില്ലേ? പഴയ കോൺഗ്രസ് എംപിമാര് മന്ത്രിമാര് ഈ പ്രവർത്തന ഞങ്ങളോട് പറഞ്ഞു പാരമ്പര്യം ഉണ്ടാവും. നിങ്ങളുടെ പാരമ്പര്യം ഉണ്ടാവും. ഞാൻ ഫുള്ള് പറഞ്ഞത് ഇവരെയൊക്കെ ഓടിക്കുന്നില്ല. കേരളത്തിൽ CPM-ന്റെ അടികൊണ്ട് തലകൊട്ടിയ എത്ര പാർട്ടിക്കാർക്ക് എന്നറിയാം. CPM-കാർക്കും അടികൊണ്ടുണ്ടല്ലോ. 200 ജില്ലാ പേരുകൾ. നിങ്ങൾ മാത്രം പറയുന്നത് സുരേന്ദ്രനെ അറിയില്ലേ? അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചത്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ഫുള്ള് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഫുള്ള് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മളെ കോട്ടത്തിലുള്ള അഭിഷേക് മാരാറ് വിചാരിച്ച് മാരാറ് പറയുന്നതെല്ലാം കേട്ട് തലയാടുന്ന ചാണക സംഖ്യകളില്ലേ, അവരെ പോലെയായിരിക്കും എല്ലാവരും. ആ ചേട്ടനുണ്ടല്ല, അങ്ങോട്ട് 2 ചോദ്യം ചോദിച്ചപ്പോ നമ്മളെ മാരാറുണ്ടല്ല, ഡീം ചാണക മാരാറ് ഡീം. പിന്നെ ഈ ചേട്ടനുണ്ടല്ല, മാരാറോട് ചോദിച്ചിട്ടുണ്ട്, മാരാറെ നിന്റെ പാരമ്പര്യം എന്താണ്, നിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? അതിന് നമ്മളെ ചാണക മാരാറുണ്ടല്ല ഒരു മറുപടിയില്ല. എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം ഈ ചാണകമാരാരുടെ പാരമ്പര്യം എന്താന്ന്. അതായത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ കാര്യം ഉണ്ടല്ല 10 മാറ്റി പറയും. അതാണ് നമ്മളെ മാരാറുടെ ആകെയുള്ള പാരമ്പര്യം. നമ്മളെയൊക്കെ നാട്ടില്, അതായത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇതിനെന്താ പറയാന്നറിയാം, പിതാവിനെ അറിയാത്ത പാരമ്പര്യം. ആ പാരമ്പര്യമാണ് ആകെ നമ്മളെ അഖിൽമാരാർക്കുള്ളത്. അതായത് കൊട്ടത്തലയുള്ള ചാണകമാരാർക്കുള്ള ഏക പാരമ്പര്യം. ഇപ്പൊ പറഞ്ഞേക്കുന്നതെന്നറിയാം, നമ്മളെ മാരാറ് സ്വന്തം വീടുണ്ടല്ല, സ്വന്തം വീട് പണയം വെച്ചിട്ടാവും ഈ ഇലക്ഷന് പങ്കെടുക്കുന്നത്. എന്റെ മാരാറെ, ഈ ഇലക്ഷൻ ഉണ്ടല്ല 8 പൊട്ടിക്കഴിഞ്ഞിട്ടില്ല, പിന്നെ വീടുണ്ടല്ല തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഉണ്ടല്ല പഴയതുപോലെ ഉദ്ഘാടനം ഉണ്ടല്ല, ചരടുമുറി, ഈ പരിപാടി കിട്ടില്ല. നീ ചാണകത്തിന് വീണ ശേഷം ആൾക്കാരൊക്കെ നിന്നെ വെറുത്തു തുടങ്ങി. അതുകൊണ്ട് വീട് പണയം വെച്ചുള്ള ഈ പരിപാടി ഉണ്ടല്ല, ഈ പരിപാടിക്കൊന്നും നിൽക്കണ്ട. കെട്ടിവെച്ച കാശ് പോലും നിനക്ക് കിട്ടൂല. പിന്നെ നീ തോറ്റ ശേഷം ജെട്ടി സാബുനോട് പോയിട്ട് ഈ പൈസ ഒക്കെ തിരിച്ചു വെച്ചാലേ ജെട്ടി സാബു ഉണ്ടല്ല, ജെട്ടി കാണിക്കും. നമുക്ക് ജെട്ടി സാബുവിനും ജെട്ടി മാരാർക്ക് ശേഷം ഉണ്ടല്ല ഇന്നലെ സംഖ്യകൾ കാണിച്ച ഒരു വൃത്തികേട്, ലോകത്താരും കാണിക്കാത്ത ഒരു വൃത്തികേട് കണ്ടാലോ. അതായത് ഇന്നലെ പാലക്കാട് നമ്മളെ പ്രധാനമന്ത്രി വന്നപ്പോഴല്ല സംഖ്യ ഉണ്ടല്ല ഒരു ചങ്ങായിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മുസ്ലിമാക്കി, ഒരു ക്രിസ്ത്യാനിയായ ചങ്ങായിനെ കൊണ്ടുപോയിട്ട് മുസ്ലിമാക്കി. എന്നിട്ട് ഈ സംഖ്യകൾ അടിച്ചിളക്കി ഒരു മുസ്ലിം ഫാമിലി മോദിജീനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. മോദിജിയുടെ ആരാധകരാണ് ഈ മുസ്ലിം ഫാമിലിയിൽ നിന്ന്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ സംഖ്യകൾ കാണിച്ചാൽ ലോക ഉഡായിപ്പിന്റെ സത്യാവസ്ഥ ഇന്ന് കണ്ടിട്ട് വന്നാലോ? താങ്കളുടെ പേരെന്താണ്? ടോണി തോമസ്. എന്റെ പേര് ഉമ്മർ. ഞാനൊരു മുസ്ലിംസാണ്. സ്ഥലം നോർത്ത് പറവൂര്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ കുടിച്ച് ബോധമില്ലായിരുന്നു സാറേ. ഒറ്റ രാത്രി വെളുത്തപ്പോൾ ഉമ്മറ വീണ്ടും ടോമി തോമസായി. മോദിയെ കാണാനായി ഇന്നലെ എത്തിയതാണെന്ന് പോലും. പ്രധാന ജോലി മോഷണം. പാലക്കാട് എത്തിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഏകദേശം 3 മാസവുമായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് ഒടുവിൽ ജയിലിൽ പോയത്. ആ പെരുങ്കള്ളനെയാണ് ഇന്നലെ ആരോ വേഷം കെട്ടിച്ചത്. കൃത്യമായി അത് ഏതോ ചാനലുകാർ വാർത്തയുമാക്കി. സത്യം പറഞ്ഞാൽ ഇന്നീ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പോലും അടിച്ച മാട്ട സാധനത്തിന്റെ വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പോൾ ഇത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ചാനൽ റിപ്പോർട്ടർ അവസ്ഥ എന്തായിരിക്കും? പാലക്കാട് കോട്ട മൈതാനം
പാലക്കാട് കോട്ട മൈതാനം ഉണ്ടല്ല, ഈ ചേട്ടനടിച്ച മാട്ട സാധനം ഉണ്ടല്ല, ആ മാട്ട സാധനം കൊണ്ട് മൊത്തം നാറി പോലും. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നാണം കെട്ട സംഖ്യകള ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? 6 ലിറ്റർ സാധനം വാങ്ങിക്കൊടുത്തിട്ട് തോണിന്ന് പേരുള്ള ചേട്ടനാ ഒറ്റ അടിക്കണ്ടല്ലേ ഇവര് ഉമ്മറാക്കി. സംഖ്യകളെ നിങ്ങളെ സമ്മതിച്ചു. പക്ഷെ എന്താ ചെയ്യാ, ചേട്ടനുണ്ടല്ല അടിച്ച മാട്ട സാധനത്തിന്റെ കെട്ടിറങ്ങിയപ്പം ഉമ്മർന്ന് നേരെ തോണിയിലേക്ക് തിരിച്ചുപോയി. നമ്മളെ സംഖ്യകളുണ്ടല്ല, ഈ ഉടായ്പ കാണിച്ച സംഖ്യകള് വീണ്ടും ചാണക സംഖ്യകളായി. എന്തായാലും തൽക്കാലം ഉണ്ടല്ല നമ്മളെ ചാണക സംഖ്യയുടെ പൊട്ടത്തരത്തിന്റെ വീഡിയോ ഉണ്ടല്ല ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. കാരണം ഇവരുടെ ഇലക്ഷന് മാത്രമുള്ള പൊട്ടത്തരങ്ങൾ കാണിച്ചാണ്ടല്ല 1500 മുകളിൽ എപ്പിസോഡ് ഞാൻ ചെയ്യേണ്ടി വരും. എന്തായാലും സമയമുണ്ടല്ല, നമുക്ക് ഇടക്കിടക്ക് സമയം കിട്ടുമ്പോൾ സംഖ്യയുടെ ഇലക്ഷൻ പൊട്ടത്തരുണ്ടല്ല അത് കാണിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും സംഖ്യയുടെ അത്തരം പൊട്ടത്തരങ്ങൾ കാണുമ്പോഴല്ല എന്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ല കുറച്ച് ചിരിച്ചു പോകും. അപ്പൊ എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ തള്ളുവീരനായി തെരഞ്ഞെടുത്ത എന്റെ മേജർ രവിയാട്ടനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.